വിശുദ്ധരോടൊപ്പം മാർച്ച് 6 വിശുദ്ധ കൊളൈറ്റ്. 1381 ജനുവരി 13 പിക്കാർഡിയിൽ ഒരു തച്ചൻ്റെ മകളായി കോളറ്റ് ജനിച്ചു. ബാല്യം മുതൽക്കേ സന്യാസത്തോട് അവൾ അത്യന്തം താൽപ്പര്യം പ്രകാശിപ്പിച്ചു. ആദ്യം ബെനഡിക്റ്റൻ സഭയും പിന്നെ ബെഷുവെൻസ് സമൂഹം, പുവർക്ലേയസിൻ്റെ സഭ എന്നിവിടങ്ങളിൽ പരീക്ഷിച്ചു നോക്കിയെങ്കിലും ഇഷ്ടപ്പെടായകയാൽ ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്നുകൊണ്ട് ഏകാകിനിയായി പിക്കാർഡി ദൈവാലയത്തിനു സമീപം ഒരു കുടിലിൽ താമസിച്ചു തുടങ്ങി. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അവൾക്ക് കാണപ്പെടുകയും പുവർക്ലേയസിൻ്റെ സഭ നവീകരിക്കുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്തു. കോളറ്റ് വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ പ്രാഥമിക നിയമങ്ങൾ സ്വീകരിച്ചും ബോമിൽ ഒരു മഠം തുടങ്ങി. പുതിയ സഭ കോളറ്റ് പുവർക്ലേയസ് എന്നറിയപ്പെട്ടു. കോൺസ്റ്റാൻസിലെ കൗൺസിൽ അക്കാലത്താണ് ജോൺ 23-ാമൻ എതിർപ്പാപ്പ, ബെനഡിക്റ്റ് 13-ാമൻ, ഗ്രിഗറി 12-ാമൻ എന്നിവരിൽ ആരാണ് യഥാർത്ഥ പാപ്പ എന്ന് തീരുമാനിക്കാൻ നിർബന്ധിതമായത്. വിശുദ്ധ വിൻസെൻ്റ് ഫെറ്റിൻ്റെയും വിശുദ്ധ കോളറ്റിൻ്റെയും സേവനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വളരെ സഹായിച്ചു. ഈ അധ്വാനത്താൽ പിശാച് അവളെ അങ്ങേയറ്റം പരീക്ഷിച്ചു. കോളറ്റ് അവയെല്ലാം ജയിച്ച് 1447 മാർച്ച് 6 ഭാഗ്യമരണം പ്രാപിച്ചു. ഒരു നല്ല കത്തോലിക്കൻ്റെ ലക്ഷണം തിരുസഭയോടുള്ള സ്നേഹവും ക്രിസ്തുവിൻ്റെ പ്രതിനിധിയോടുള്ള ബഹുമാനവുമാണ്.